മരിയ ഫ്രാൻസിസ് തെരേസ മാർട്ടിൻ, അതായിരുന്നു കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ യഥാർത്ഥ പേര്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ പുണ്യവതിയുടെ നാമത്തിൽ ധാരാളം ദേവാലയങ്ങൾ, സ്കൂളുകൾ, സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു. 1873 ജനുവരി 2 ഇറ്റലിയിലെ അൽസോണിലായിരുന്നു തെരേസായുടെ ജനനം. പിതാവ് സമ്പന്നനായ ലൂയി മാർട്ടിൻ ഒരു പട്ടുവസ്ത്ര വ്യാപാരിയായിരുന്നു. അമ്മ സെലിഗോൺ റേന്തത്തരങ്ങൾ നിർമ്മിച്ചു വിൽക്കുന്ന ഒരു സമ്പന്ന കുടുംബത്തിലേത് തന്നെയായിരുന്നു. അവർക്ക് 9 മക്കളിൽ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു തെരേസ. 7 പെൺമക്കളും 2 ആൺകുട്ടികളും. അതിൽ 4 കുട്ടികൾ നേരത്തെ തന്നെ മരിച്ചുപോയിരുന്നു. 4-ാം വയസ്സിൽ തെരേസയുടെ അമ്മയും മരിച്ചു. എന്നാൽ ആ വേർപാട് ആ 4 വയസ്സുകാരിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ആ സംഭവത്തിനു ശേഷം ലൂയി മാർട്ടിൻ 5 പെൺമക്കളെയും കൂട്ടി അൽസോണിൽ നിന്ന് ലിസ്യുവിലേക്ക് താമസം മാറി. അമ്മയുടെ കുടുംബത്തിൻ്റെ സംരക്ഷണവും സ്നേഹവും ലാളനയുമൊക്കെ ആ പറക്കമുറ്റാത്ത പെൺകുട്ടികൾക്ക് ലഭിക്കുവാൻ വേണ്ടി അമ്മാവൻ്റെ നിർബന്ധപ്രകാരമായിരുന്നു ലിസ്യുവിലേക്ക് മാറിയത്. അമ്മയുടെ വേർപാട് തെരേസയെ വല്ലാതെ അലോലസപ്പെടുത്തിയിരുന്നു. ഊർജ്ജസ്വലയായിരുന്ന ആ കൊച്ചു ചിത്രശലഭം ക്രമേണ ഉൾവലിഞ്ഞു തുടങ്ങിയിരുന്നു. ഭയം ആ കുട്ടിയെ വല്ലാതെ ബാധിച്ചു. സഹോദരിമാർ മാത്രമായിരുന്നു കൂട്ട്. പഠനത്തിൽ അതിമിടുക്കിയായിരുന്നു തെരേസ. കൊച്ചുറാണി എന്നായിരുന്നു പിതാവ് തെരേസയെ വിളിച്ചിരുന്നത്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ആ പിതാവിന് അവളോട്. കുഞ്ഞുപ്രായം മുതലേ തെരേസായിലെ ആത്മീയ തീക്ഷ്ണത, ഭക്തി, സ്വഭാവ രീതികളെല്ലാം അവളെ കൂട്ടുകാരിയെപ്പോലെ വളർത്തിയ സഹോദരിമാർ തിരിച്ചറിഞ്ഞിരുന്നു. പരിശുദ്ധ മാതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഭക്തിപൂർവം വളരെ നേരം അവൾ പ്രാർത്ഥിച്ചിരുന്നു. യേശുവിൻ്റെ മനോഹര ചുംബനം ലഭിച്ച ദിനം എന്നാണ് ആദ്യ കുർബാന സ്വീകരിച്ച ദിനത്തെക്കുറിച്ച് അവൾ പറഞ്ഞത്. യേശുവിനോട് വ്യക്തിപരമായി സംസാരിച്ചിരുന്ന ദിനങ്ങളായിരുന്നു ആ ദിവസങ്ങൾ. അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ മാരകമായ ഒരു രോഗം തെരേസയെ ബാധിക്കുകയും മരിച്ചു പോകും എന്നുവരെ ഭയപ്പെട്ടിരുന്നു. എന്നാൽ 1883 മെയ് 13-ാം തീയതി തൻ്റെ മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന വിജയമാതാവിൻ്റെ രൂപം തെരേസയെ നോക്കി പുഞ്ചിരിച്ചു. തൽക്ഷണം അവൾ രോഗവിമുക്തയായി. 15-ാം വയസ്സിൽ കർമ്മലിത്ത മഠത്തിൽ ചേരാൻ അവൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും വളരെയേറെ തടസ്സങ്ങൾ തരണം ചെയ്യേണ്ടി വന്നു. അവസാനം മാർപ്പാപ്പയുടെ ശുപാർശ വരെ ആവശ്യമായി വന്നു അത് പൂർത്തീകരിക്കുവാൻ. 1889 തെരേസ സഭാവസ്ത്രം സ്വീകരിച്ചു. 1890 സെപ്റ്റംബർ 8-ാം തീയതി അവൾ കർത്താവിൻ്റെ മണവാട്ടിയായി. മഠത്തിലെ പരിമിതമായ സൗകര്യങ്ങൾ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്ന തെരേസയ്ക്ക് അവയൊക്കെയും സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. 1894 ജൂലൈ 24-ാം തീയതി പിതാവ് ലൂയി മരിച്ചു. ഒരു പുണ്യവാന്റെ ജീവിതം എന്ന് തന്നെ ആ പിതാവിൻ്റെ ജീവിതത്തെ വിശേഷിപ്പിക്കാമായിരുന്നു. മക്കളിൽ പിതാവിനെ പരിചരിച്ചിരുന്ന സെലിൻ പിതാവിൻ്റെ മരണശേഷം ആ വർഷം തന്നെ മഠത്തിൽ ചേർന്നു. അങ്ങനെ ലൂയി മാർട്ടിൻ്റെ 4 മക്കളും മഠാംഗങ്ങളായി. അനേകം പുണ്യപ്രവൃത്തികളിലൂടെ കൊച്ചു ത്രേസ്യ തന്നെ തന്നെ പുണ്യമുള്ളവളാക്കി. വിശ്രമമില്ലാത്ത ശുശ്രൂഷ ജീവിതം മൂലം അവൾക്ക് ക്ഷയരോഗം ബാധിക്കുകയും 24-ാം വയസ്സിൽ 1887 സെപ്റ്റംബർ മാസം ആ റോസാപുഷ്പം കൊഴിഞ്ഞു വീണു. ഇതിനോടകം മഠാധിപതിയുടെ നിർദ്ദേശപ്രകാരം സ്വന്തം ജീവചരിത്രം ഫ്രഞ്ച് ഭാഷയിൽ എഴുതി നാനാഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 9.5 വർഷം മാത്രമാണ് മഠത്തിൽ കർത്താവിൻ്റെ മണവാട്ടിയായി അവൾ ജീവിച്ചത്. കേവലം 30 പേർ മാത്രമാണ് ആ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത്. 1923 വാഴ്ത്തപ്പെട്ടവളായും 1925 പിയൂസ് 11-ാമൻ പാപ്പ വിശുദ്ധയായും പ്രഖ്യാപിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോടൊപ്പം തെരേസയെയും മിഷണറിമാരുടെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
വളരെ വൈകിയാണ് ലിസ്യുവിലെ ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നത്. ബസ്സിൽ നിന്നിറങ്ങിയപ്പോൾ ചെറിയ തോതിൽ മഴയും നല്ല തണുപ്പും. ദേവാലയം അടയ്ക്കുന്നതിന് മുമ്പ് ഉള്ളിൽ പ്രവേശിക്കുവാൻ ടൂർ മാനേജർ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അതിഗംഭീരമായ ഒരു ദേവാലയം. ഫ്രാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ തീർത്ഥാടന കേന്ദ്രമാണ് ലിസ്യു. 1925 തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അവിടുത്തെ ബിഷപ്പ് തോമസ് പോൾ ഹെൻറി ലെമോണിയൻ തെരേസ ജീവിച്ചു മരിച്ച പട്ടണത്തിൽ തന്നെ ഒരു ദേവാലയം പണിയുവാൻ തീരുമാനിച്ചു. 1929 നിർമ്മാണം ആരംഭിച്ച് 1957 പൂർത്തീകരിച്ചു. നഗരത്തിലെ ഒരു കുന്നിൻ പ്രദേശത്താണ് ഈ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. തെരേസയോടുള്ള ഭക്തിയിൽ ആകൃഷ്ടരായ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇതിന്റെ നിർമ്മാണത്തിൽ സഹായിക്കുകയുണ്ടായി. റോമൻ ബൈസന്റൈൻ ശൈലിയിലുള്ള നിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാല വാസ്തുശില്പ ചാതുര്യം ഈ ദേവാലയത്തിന്റെ നിർമ്മാണത്തിൽ നമുക്ക് കാണാം. ഉള്ളിൽ ഈ ദേവാലയത്തിന്റെ വശങ്ങളിലായി 18ഓളം അൾത്താരകൾ വേറെയുമുണ്ട്. വൈകുന്നേരം ദേവാലയം അടയ്ക്കാനുള്ള സമയമായതുകൊണ്ട് തീർത്ഥാടകരായി അധികം ആളുകളെ കാണാൻ കഴിഞ്ഞില്ല. ദേവാലയത്തിനുള്ളിൽ പ്രധാന ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ഇടങ്ങളിൽ വെളിച്ചം വളരെ കുറവായിട്ടാണ് അനുഭവപ്പെട്ടത്. ഇവിടെയാണ് വിശുദ്ധയുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിലെ ദേവാലയങ്ങളിൽ നമ്മുടെ നാട്ടിലെ പോലെ മെഴുകുതിരികൾ കത്തിക്കാറില്ല. പകരം നിശ്ചിത തുക പെട്ടിയിൽ നിക്ഷേപിച്ച് അതിൻ പ്രകാരമുള്ള ബാറ്ററിയിൽ കത്തുന്ന തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് പതിവ്. ആയിരക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ഇതുപോലെയുള്ള ദേവാലയങ്ങളിൽ തിരികൾ കത്തിച്ചാൽ പുക കൊണ്ട് ദേവാലയം വൃത്തികേടാകാൻ സാധ്യതയുണ്ട്. യൂറോപ്പിലെ മിക്ക ദേവാലയങ്ങളിലും ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പ്രധാന അൾത്താര ദീപപ്രഭയിൽ തിളങ്ങി നിൽക്കുന്നു. അൾത്താരയുടെ മുകളിലെ മകുടങ്ങളിലും വശങ്ങളിലെ തൂണുകളിലും ബൈബിളിലെ ചില ഭാഗങ്ങൾ മൊസൈക്കിൽ ചിത്രീകരിച്ചിരിക്കുന്നു. മുകളിലെ താഴികക്കുടവും എടുത്തു പറയേണ്ടതു തന്നെ. ഈ ദേവാലയത്തിന്റെ അടിയിലാണ് തെരേസയുടെ മാതാപിതാക്കളുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ലൂയി മാർട്ടിന്റെയും അമ്മ സെലിഗോണിന്റെയും തിരുശേഷിപ്പുകൾ അടക്കം ചെയ്തിരിക്കുന്നത്. പ്രൗഢിക്ക് ഒട്ടും കുറവില്ലാതെയാണ് അതും നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ അവരുടെ ആവശ്യങ്ങൾ, സാക്ഷ്യങ്ങളൊക്കെ എഴുതിയിടുന്നു. പിന്നീട് പോയത് ഇവിടെ പ്രവർത്തിക്കുന്ന സുവനീർ ഷോപ്പിലേക്കാണ്. ഭൂമിക്കടിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ധാരാളം പുസ്തകങ്ങൾ, മനോഹരങ്ങളായ ശില്പങ്ങൾ, ജപമാലകൾ. ചിലരൊക്കെ അവ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നിറങ്ങിയപ്പോൾ ഉണ്ടായ മഴയും തണുപ്പും മിക്കവരെയും അലോലസപ്പെടുത്തിയെന്ന് തന്നെ പറയാം. പിറ്റേ ദിവസം ഒരു നനഞ്ഞ പ്രഭാതം തന്നെയായിരുന്നു. ഹോട്ടലിൽ നിന്ന് അല്പം നടന്ന് തെരേസയുടെ മഠത്തിലാണ് കുർബാന അർപ്പിച്ചത്.
ഇതാണ് മഠത്തിലേക്കുള്ള പ്രവേശന കവാടം. ഞങ്ങളെ കൂടാതെ പലരും ഞങ്ങളർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു. സമീപ പ്രദേശങ്ങളിലെ മന്ദിരങ്ങളുടെ നിർമ്മാണമെല്ലാം എന്തോ ഒരു പ്രത്യേക ശില്പഭംഗിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ താഴെ ഇറങ്ങുന്ന ലിഫ്റ്റിന്റെ അസൗകര്യങ്ങളൊക്കെ ശരിയാണ്. പിന്നീട് പോയത് തെരേസായും ചേച്ചിമാരും കുടുംബവും താമസിച്ചിരുന്ന വീട്ടിലേക്കാണ്. 1877 അമ്മ അലൻസോണയുടെ മരണത്തിനു ശേഷം ഇവിടെയാണ് ലൂയി മാർട്ടിനും കുടുംബവും താമസിച്ചിരുന്നത്. ലിസ്യു നഗരത്തിന് അല്പം അകലെയാണ് ഈ വീട്. 4-ാം വയസ്സ് മുതൽ 15-ാം വയസ്സുവരെ മഠത്തിൽ പ്രവേശിക്കുന്നതുവരെ തെരേസ ഇവിടെയാണ് ജീവിച്ചത്. 1911 മുതൽ ഈ വീട് ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. ഒരു പഴയ നിർമ്മിതി ആയതുകൊണ്ട് തന്നെ ആ ഒരു വിചാരം മനസ്സിൽ ഉണ്ടാവണമെന്ന് സന്ദർശകരോട് ഇവിടുത്തെ കസ്റ്റോഡിയനായ സിസ്റ്റർ പറയുന്നുണ്ട്. ഒരു കുടുംബത്തിലെ 3 പേർ വിശുദ്ധ പദവിയിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നു. കളിച്ചും ചിരിച്ചും നടന്ന ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നവർ ഭക്തിപൂർവം ഓരോ ഭാഗങ്ങളിലൂടെയും നടന്നാണ് കാഴ്ചകൾ കണ്ടത്. ഈ ചവിട്ടി നിൽക്കുന്ന സ്ഥലം അത്ര പൗത്രീകരിക്കപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ ഈ ശാന്തത ഇവിടുത്തെ സന്ദർശകരിലും ഒരു ആത്മീയ അനുഭൂതി ഉളവാക്കുന്നു. തെരേസായുടെ ജീവിത രീതികളിൽ അവളൊരു പുണ്യവതിയായി തീരുമെന്ന് അപ്പനും സഹോദരങ്ങൾക്കും നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ ഉപയോഗിച്ചിരുന്ന കളിപ്പാട്ടങ്ങൾ, ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ അണിഞ്ഞ ഉടുപ്പുകൾ, തലയിൽ ചൂടിയ കിരീടം എല്ലാം ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഭവനം എന്ന് തന്നെ പറയാം. തിരികെ ബസിന്റെ അടുത്തെത്തിയപ്പോൾ ധാരാളം തീർത്ഥാടകർ അവരുടെ ഊഴം കാത്തു കിടക്കുന്നു. എത്ര നേരം അങ്ങനെ കിടന്നാലും കാണാൻ പോകുന്ന കാഴ്ചയുടെ വില അറിയുന്നവരാണല്ലോ അവരും. അടുത്തതിൽ ലൂർദിലെ കാഴ്ചകളും അനുഭവങ്ങളും കാത്തിരിക്കുക.